ED ഉദ്യോഗസ്ഥൻ ഉൾപ്പെട്ട കോഴക്കേസിൽ നിലപാട് വിജിലൻസ് കടുപ്പിക്കുന്നു. കേസിൽ പരാതിക്കാരൻ അനീഷ് ബാബുവിൻ്റെ വിവരങ്ങൾ ആവശ്യപ്പെട്ട EDക്ക് വിജിലൻസ് വീണ്ടും കത്ത് കൊടുത്തു. കേസ് ഫയൽ ആവശ്യപ്പെട്ട് നേരത്തെ കത്ത് നൽകിയെങ്കിലും ED അനുകൂലമായ നിലപാടെടുത്തില്ല, എന്നുവെച്ചാൽ ഫയൽ കൊടുത്തില്ല. ശ്യാംകുമാർ കൊച്ചിയിൽ നിന്ന് വിവരങ്ങൾ നൽകും. ശ്യാം, പറയൂ ശ്യാം. ED ഉദ്യോഗസ്ഥർ കൈക്കൂലി ആവശ്യപ്പെട്ടു എന്ന കേസിലാണ് വിജിലൻസ് നിലപാട് കടുപ്പിക്കുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ കേസിലെ വിവരങ്ങൾ ആവശ്യപ്പെട്ട് വീണ്ടും EDക്ക് കത്ത് നൽകിയിരിക്കുകയാണ് വിജിലൻസ് സംഘം ചെയ്തിരിക്കുന്നത്. ECIRൻ്റെയും സമൻസിൻ്റെയും പകർപ്പുകൾ നൽകണമെന്നുള്ളതാണ് നിലവിൽ വിജിലൻസിൻ്റെ പുതിയ ആവശ്യം. നേരത്തെ ഇതേ ആവശ്യം ഉന്നയിച്ച് വിജിലൻസ് കത്ത് നൽകിയിരുന്നുവെങ്കിലും അന്വേഷണം പുരോഗമിക്കുന്നതിനാൽ രേഖകൾ നൽകാനാകില്ല എന്ന നിലപാടാണ് ED സ്വീകരിച്ചത്. ഇതിന് പിന്നാലെയാണ് ഇതേ രേഖകൾ കിട്ടിയേ തീരൂ എന്ന് ഇപ്പോൾ വിജിലൻസ് നിലപാട് വീണ്ടും സ്വീകരിക്കുകയും EDയെ സമീപിക്കുകയും ചെയ്തിരിക്കുന്നത്. നേരത്തെ ED ഉദ്യോഗസ്ഥരും വിജിലൻസ് രജിസ്റ്റർ ചെയ്ത കേസിൻ്റെ FIR ആവശ്യപ്പെട്ട് വിജിലൻസിനെ സമീപിച്ചിരുന്നു. ആ വിവരം നൽകാൻ വിജിലൻസും തയ്യാറായിട്ടില്ല. ഏതായാലും രണ്ട് സംസ്ഥാന കേന്ദ്ര ഏജൻസികൾ തമ്മിൽ മുഖാമുഖം നിൽക്കുന്ന ഒരു അവസ്ഥയിലേക്കാണ് ആ കാര്യങ്ങൾ എത്തുന്നത്. കാരണം രണ്ട് ഏജൻസികൾക്കും ഈ കേസിൻ്റെ വിവരങ്ങൾ ആവശ്യമാണ്, പക്ഷേ പരസ്പരം ഈ രേഖകൾ നൽകാൻ തയ്യാറല്ല എന്നതാണ് നിലവിലെ സ്ഥിതി. അതിനിടയിലാണ് കൂടുതൽ ശക്തമായ നിലപാടുമായി സംസ്ഥാന വിജിലൻസ് EDക്ക് വീണ്ടും കത്ത് നൽകിയിരിക്കുന്നത്. ഓക്കെ, താങ്ക് യു.